ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ യാത്രയെന്ന് വെച്ചാൽ പൊന്മുടിയിലേക്കാണ്. പൊന്മുടിയിൽ പോകുന്നതിനേക്കാളും എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നിയത് ഞങ്ങൾ പോയത് ബസ്സിലാണ് പോയത്, അതും കെ എസ് ആർ ടി സി ബസ്സിൽ. കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്ന അങ്ങനെ ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി ഞങ്ങളങ്ങനെ പോയതാണ്. എന്നാൽ ബസ്സിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ബസ്സിൽ ഞാൻ പറയും, പൊന്മുടിയിൽ ആ മലയും കുന്നും വളവും ഒക്കെ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിലെ സൈഡ് സീറ്റിൽ തന്നെ ഇരിക്കണം. ഞാൻ അധികമൊന്നും പോയിട്ടില്ലെങ്കിലും 3-4 വട്ടം പോയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ബസ്സിൽ പോകുന്നത്. അതൊരു പ്രത്യേക ഫീലാണ്. ഞാൻ മാത്രമല്ല, ഞാനും ഏട്ടനും അമ്മാളും കൂടെ, ഞങ്ങൾ 3 പേരും കൂടെയാണ് പോയത്. അവളെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഫസ്റ്റ് ടൈമാണ് ഈ ബസ്സിൽ കയറുന്നതും പൊന്മുടി പോകുന്നത്. അവൾ ഇത്ര ലോങ് ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതൊക്കെ അവൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു എല്ലാവരെയും നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയായിരുന്നു. അത് ബസ്സിലുള്ള ഒരു 10 മിനിറ്റ് അങ്ങനെ ടൈമുണ്ട്. അപ്പം ഞങ്ങളും ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി ഞങ്ങൾ പോയി. അങ്ങനെ ഒരു 6 മണിയൊക്കെ സമയത്താണ് ഞങ്ങൾ പോയത്. 6 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയായിരുന്നു. അവിടെ എത്തി അവളെ ചേട്ടൻ തോളത്തൊക്കെ കിടത്തി ആണ് കൊണ്ടുപോയത്. അപ്പോൾ ആ സമയത്താണ് അവൾ ഭയങ്കര ഹാപ്പി. ആ ഒരു കാറ്റും, ഞങ്ങൾ വിചാരിച്ചു ഇനി പനിയോ എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന്. പക്ഷേ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അവൾക്കും എനിക്കും ചേട്ടനും എല്ലാവർക്കും. ആ കാറ്റും ആ കാറ്റിൻ്റെ സൗണ്ടും ഇതൊക്കെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു സ്ഥലമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും എൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞതാണ്. അങ്ങനെ അവളെ ഞങ്ങൾ ഒരുപാട് നേരം നിന്നില്ല, ഒരു അരമണിക്കൂറൊക്കെ നിന്ന് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ചില്ലായിട്ട് പിന്നെ തിരിച്ചു വന്നു. പിന്നെ അവിടെ ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ടുപോയി, അതൊക്കെ കഴിച്ചു. പിന്നെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവളെ ഈവനിങ്ങും ഹാപ്പിയായി, ഞങ്ങളുടെ ഈവനിങ്ങും ഹാപ്പിയായി. പിന്നെ തിരിച്ചു വന്നു. ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, ബൈ. ஒளிந்து கொண்டால் மாறன் நம்பு வரும், கூந்தலில் ஒளிந்து கொள்ள வரவா? என் கூந்தல் தேவன் தூங்கும் பள்ளி அறையா, மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா? நினைக்காத நேரம் இல்லை காதல் ரதியே, உன் பேரை சொன்னால் போதும்.